സ്റ്റാർട്ടിങ് ടൈമിൽ കുക്കിംഗ് വീഡിയോസ്, വ്ളോഗ്സ്, അതുപോലെ ക്ലീനിങ് ടിപ്സ് വീഡിയോസുകൾ മാത്രം ചെയ്തിരുന്ന എൻ്റെ ഈ ചാനൽ ഞാനിപ്പോൾ ബിസിനസ് ആവശ്യത്തിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നൈറ്റി മെറ്റീരിയലിൻ്റെ സെയിലിംഗ് ആണ് നടത്തുന്നത്. എന്നിരുന്നാൽ പോലും ഇടയ്ക്കൊന്ന് കുക്കിംഗ് വീഡിയോസ് ഇടാതിരുന്നാൽ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ ഓരോരോ ഇതൊക്കെ കഴിഞ്ഞപ്പോക്കിന് ടൈം വൈകി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇന്നലെ യാദൃശ്ചികമായിട്ട് ചെന്നപ്പോൾ ആ ഫ്രണ്ട് അവളുടെ കയ്യിൽ അവളുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള എയർ ഫ്രയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവരത് യൂസ് ചെയ്തിട്ടില്ല. അത് ചിക്കൻ പൊള്ളിക്കാൻ മാത്രമേ, അതുപോലെ പൊരിക്കാൻ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ എന്നാണ് അവളുടെ വിചാരം. അതിൻ്റെ കാര്യങ്ങൾ അറിയാതിരുന്നതുകൊണ്ടാണ് അവൾ ഇതുവരെ യൂസ് ചെയ്യാതിരുന്നത് പറഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവച്ച് അതിൻ്റെ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ചിക്കൻ പൊള്ളിച്ച് കൊടുത്ത്, അതുപോലെ തന്നെ അതിൽ വെക്കുന്ന രീതികളൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ എയർ ഫ്രയർ കയ്യിലുണ്ട്, പക്ഷേ യൂസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അതിൻ്റെ കൂടെ നൈറ്റിയുടെ മെറ്റീരിയൽ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളി മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലരിത് അറിയാതിരുന്നിട്ടും യൂസ് ചെയ്യാത്തവരുണ്ട്. മറ്റൊരു ചിലർ കറണ്ട് ബില്ല് കൂടുതലാവുമോ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷനേ ആവണ്ട. അത് 1500 വാട്ട്സിൽ കൂടുതലുള്ള എയർ ഫ്രയർ നിങ്ങൾ വാങ്ങിയാൽ ആ ഒരു കറണ്ട് ബില്ല് കൂടുക എന്നുള്ള ഒരു പ്രോബ്ലമേ വരില്ല. 1300, 1200, 1000 വാട്ട്സിൻ്റെ ഒക്കെ ഇതുണ്ട്. 1500 മുതൽ 2000 വരെ വാട്ട്സ് ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങുക. അങ്ങനെയുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിന് 1.5 യൂണിറ്റ് മാത്രമാണ് കറണ്ട് ചിലവാകുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കറണ്ട് ബില്ല് എന്നുള്ള വലിയൊരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും. അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിലുള്ള ടെൻഷൻ മാറിയല്ലോ. ഇനി ചിക്കന്, റൈസ്, അങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ ഇതിൽ ഫ്രൈ ആയി കിട്ടാൻ ആകെ 30 മിനിറ്റാണ് വേണ്ടത്. ചിക്കനായാലും ഫിഷ് ആയാലും, അതുപോലെ നമുക്ക് ചോറ് വെക്കാം, കേക്ക് ഉണ്ടാക്കുക, അതുപോലെ ഫിഷ് കറി ഉണ്ടാക്കുക, ചിക്കൻ കറി ഉണ്ടാക്കുക. അതിൽ ടൈമിങ് ഇട്ട് വെച്ചാൽ മതി. ഇതിനെല്ലാം ഈ ചോറ്, അതുപോലെ ചിക്കന്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ 30 മിനിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് സാധനം ഇറക്കി വെച്ചിട്ട് നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുക കൊള്ളണ്ട. പിന്നെ അതുപോലെ ഈ ഒരു സംഭവം ഇതിന് വെച്ചിട്ട് നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങൾക്കും പോവാം. അതുപോലെ ഇതിൽ ഓയിലും ഒഴിക്കണ്ട. ഓയിൽ ചിക്കൻ ഇതാക്കുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കണ്ട. ഓയിൽ ഒഴിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഷവായ പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കുകയും ചെയ്യാം. ഇതിൽ ഞങ്ങൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നിങ്ങൾ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടല്ലോ എന്നുള്ള കംപ്ലൈൻറ്റ് പറയാതിരിക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചിലർ പറയാറുണ്ട് ഇത് അടി പിടിക്കാറുണ്ട്, ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണെന്നൊക്കെ. അപ്പോൾ അതിനും നല്ലൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ആവശ്യപ്പെട്ടാൽ അതിനുള്ള റിപ്ലൈ തരാം. വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോസ് വേറെ ചെയ്യുക, അതൊന്നും പ്രോബ്ലം ഇല്ല. ഓയിൽ വേണ്ടാതെ ഫ്രൈ ചെയ്തതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടി ആയിരിക്കും. ഇനി ഇതിൽ ഏത് പാത്രങ്ങളാണ് യൂസ് ചെയ്യുക, പാത്രങ്ങൾ നിർബന്ധമാണോ, പാത്രങ്ങൾ വെച്ചാൽ പൊള്ളോ പൊട്ടോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്നോട് ഫ്രണ്ട് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തായാലും യൂസ് ചെയ്യുക, സ്റ്റീലിൻ്റെ ഏത് പാത്രങ്ങളും. പക്ഷേ ഇതും ചൂടാണ്, അതിൻ്റെ കൂടെ സ്റ്റീലും കൂടെ ചൂടാവുമ്പോഴൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധയോടെ യൂസ് ചെയ്യണം എന്നുള്ളൂ. ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പിടിച്ചിട്ട് കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലായാലുള്ള പ്രശ്നം. അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കാറുള്ള, പുഡിങ് ഉണ്ടാക്കാറുള്ള കട്ടിയുള്ള ഗ്ലാസ് ബൗളുകൾ അത് യൂസ് ചെയ്യുക, അതിനൊരു പ്രോബ്ലം വരില്ല. അതുപോലെ സെറാമിക്കിൻ്റെ സോസർ, അതിലെല്ലാം നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാം. കേക്ക് ടിന്നില്ലേ, അത് വെക്കുക, അതിനൊന്നും ഇതിൽ യാതൊരു പ്രശ്നവും വരില്ല. അതൊക്കെ നമ്മൾ ഇതോരോ ലിറ്റർ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ആ ഒരു ബാസ്ക്കറ്റിൻ്റെ വലുപ്പത്തിന്, ഈ ഒരു ബാസ്ക്കറ്റ് ഏത് വലുപ്പമാണോ ഉള്ളത് ആ വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പാത്രങ്ങൾ ടൈറ്റ് ആക്കിയിട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 1/2 അവർ കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് 1/2 അവർ കഴിയുമ്പോഴേക്കിന് അതിൻ്റെ ബേക്കിംഗ് എല്ലാം സെറ്റായിട്ടുണ്ടാവും. അതനുസരിച്ച് കൈകാര്യം ചെയ്താൽ മതി.
നമുക്ക് കേക്ക് ഉണ്ടാക്കുക അതുപോലെ ചിക്കൻ പൊള്ളിക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാൻഡിൽ നമുക്ക് എന്ത് ചെയ്യുക, ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് പെട്ടെന്ന് എളുപ്പമാവും. ഈ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഒഴിക്കണ്ട. ഇതിപ്പോൾ ബട്ടർ പേപ്പറൊന്നും ഇവിടെ സ്റ്റോക്കില്ലായിരുന്നു. അതുപോലെ ഇത് വെക്കുന്ന വേറെ പാത്രവും ഇതിന് പാകമുള്ള ഇതുവരെ യൂസ് ചെയ്യാത്ത ആ ഒരു രീതിയിലുള്ള പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് ആക്കിയത്. നമ്മൾ ആ ബട്ടർ പേപ്പർ അതുപോലെ ഇതിന് പാകമായിട്ടുള്ള പാത്രങ്ങൾ സ്റ്റീൽ സോസറൊന്നും ഇതിൽ കാണുന്നില്ല. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഓയിൽ ഒഴിക്കേണ്ട ഒരു ആവശ്യം ഇതിൽ വരില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ബട്ടർ പേപ്പർ വെക്കുക. അതുപോലെ എയർ ഫ്രയറിൽ യൂസ് ചെയ്യുന്ന പേപ്പർ ലൈനർ ഉണ്ട്. അത് നമുക്ക് 200 പീസ് കിട്ടും ഒരു പാക്കിൽ. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഒരു ഓർമ്മയില്ല. അത് വാങ്ങിയാൽ അത് ഒരു കവറിൽ തന്നെ 200 പീസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തീരെ ഇനിയിപ്പോൾ ഇതിൽ സ്റ്റീലായാലും ഗ്ലാസ് ആയാലൊക്കെ പാത്രങ്ങൾ വെച്ചാൽ നമ്മളത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ എന്നെപ്പോലുള്ള മടിച്ചയാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേപ്പർ ലൈനർ യൂസ് ചെയ്യുക. അതാവുമ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഫിഷ് വെച്ചാലും ചിക്കൻ വെച്ചാലും ചോറ് വെച്ചാലൊന്നും അതൊക്കെ ആ കറക്റ്റിന് അവിടെ ആയി. നെയ്ച്ചോറൊക്കെ നല്ല എളുപ്പമാണ് ഇതിൽ വെക്കാൻ. നമ്മൾ കറക്റ്റ് വെള്ളം വെച്ചിട്ട് ഒരു ഹാഫ് അവറിൻ്റെ ഇതിൽ ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ പേപ്പർ ലൈനർ ആകുമ്പോൾ പിന്നെ തീരെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ആ പേപ്പർ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ മതി, നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തൊന്നും പറ്റി പിടിക്കൂല. അത് ഓയിൽ ഒഴിക്കാതെ പേപ്പറും വെക്കാതെ പാത്രവും വെക്കാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ലാഷായിട്ട് ഇതിൽ പിടിക്കും, കരി പിടിക്കും. എന്നിട്ട് പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പോലെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതിൽ വര വീണ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടി അതുപോലെ മീൻ പൊരിക്കുന്ന ചട്ടിയൊക്കെ കണ്ടില്ല, ഒരു വര അടിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ അതിൽ വരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ അടി പിടിച്ച് ഇത് കേട് വരരുതെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ട. ബട്ടർ പേപ്പർ അതുപോലെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ ആക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരുപാട് പാടാണ്. അപ്പോൾ ഒരിക്കലും ഇതിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പോലെ തന്നെ ചെറിയ സ്പോഞ്ചോ അങ്ങനെയുള്ളൊക്കെ അല്ല സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് പോവും, സോഫ്റ്റ് പോവും. ഇത് ചുറ്റുഭാഗവും നോൺ സ്റ്റിക്കാണ്. അതുപോലെ പേപ്പർ ലൈനർ മാത്രമല്ല സിലിക്കൺ ലൈനറും ഉണ്ട്. സിലിക്കൺ ലൈനർ ആകുമ്പോഴുള്ള യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം. എപ്പോഴും വാങ്ങാൻ നിൽക്കണ്ട. ഇനി കഴുകാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പേപ്പർ ലൈനർ തന്നെ വാങ്ങിയാൽ മതി. നമ്മളെന്ത് ചെയ്യണം, പേപ്പർ ലൈനർ ഈ ബാസ്ക്കറ്റിൻ്റെ വലിപ്പം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം. വലിപ്പം കൂടിയാലും പുറം ഭാഗത്തേക്ക് നിന്നാലും അത് ടൈറ്റ് ആവാതെ വേവ് കുറവും കാര്യങ്ങളൊക്കെ വരും. പേപ്പർ ലൈനർ ആകുമ്പോൾ ഡിസ്പോസിബിളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു എറിഞ്ഞാൽ മതി അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുവിധം ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടണം. അതിനനുസരിച്ച് വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഇത് ഓയിലൊന്നും ഒഴിക്കണമെന്നുമില്ല. ഇങ്ങനെ ആയതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഇനി ചിലപ്പോൾ ഫസ്റ്റ് കമൻറ്റ് വരിക എന്നിട്ട് നിങ്ങൾ ഓയിൽ ഒന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ എന്നാവും. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരണേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ചിക്കൻ കറിയൊക്കെ ഇതിലുണ്ടാക്കിയ അബ്ബാര ടേസ്റ്റാണ്. നമ്മൾ വഴറ്റാനൊന്നും നിൽക്കണ്ട. എല്ലാ സംഭവങ്ങളും കൂടി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്നായിട്ടാണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു അരമണിക്കൂർ ഇത് മൂടിയിട്ടാൽ മതി. അടിപൊളി ചിക്കൻ്റെ ഗ്രേവി പോലെ ആയിട്ട് വരും. അതുപോലെ നമുക്ക് സമൂസ ഉള്ളി കട്ട്ലേറ്റിൽ ഇതിലേക്കുള്ള മസാലയാണെങ്കിലും എന്ത് ചെയ്താൽ മതി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും സവോളയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഓൺ ചെയ്തിട്ടിട്ട് ഓഫ് ചെയ്താൽ മതി. പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ പേപ്പർ ലൈനർ തന്നെ വാങ്ങിക്കോളി. എന്നാൽ പിന്നെ അത് ചുറ്റിക്കുട്ടിയാണ്ട് എറിഞ്ഞാലും മതി, ബാക്കി പണി നടക്കും. ഇനി സിലിക്കൺ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സാധനം വാങ്ങാൻ നിൽക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യുക. എന്തായാലും ഇത് നോൺ സ്റ്റിക്ക് പോലെ ഇതാക്കുക. ഇതിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പൊതിരാൻ വെക്കുക. എന്നിട്ട് സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. അതുപോലെ കറണ്ട് ബില്ല് കൂടാതിരിക്കണമെങ്കിൽ ഈ 1500 വാട്ട്സിൻ്റെ മുകളിലുള്ളത് എടുക്കുക. എന്നിട്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ ഓഫ് ചെയ്യും. 30 മിനിറ്റിന് മുമ്പ് ഇത് നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ചിലരുണ്ട് ഗ്യാസിൽ വെക്കുന്ന അതേ സ്വഭാവം കാണിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കാതിരുന്നാൽ
ഒരു പൊറുതിയേടാന്ന് പറയുമല്ലോ. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഇത്താത്തുണ്ട്, കുക്കറിൽ ബീഫൊക്കെ ആയാലും 3 വിസിൽ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി വെക്കും. അപ്പോൾ അതൊരു 4-5 വിസിലായാലും ബീഫ് കറക്റ്റ് ആയിക്കോളൂലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അതുപോലുള്ള ചിലരുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പൊറുതിയേടിൽ തുറന്ന് നോക്കാൻ നിൽക്കരുത്. ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അതിൽ സോക്ക് ചെയ്യാൻ വെക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ നോക്കുക. അപ്പോൾ അടിപൊളി ചിക്കനോ ബീഫോ നിങ്ങൾ എന്താണ് വിചാരിച്ചത് അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്